കാര്യങ്ങൾ നല്ല സാധനമായിരിക്കും. ഞാൻ ക്വാളിറ്റി കുറച്ചിട്ട് വില കുറച്ചിട്ട് കാര്യമില്ല. ഒരാൾക്ക് ഒരു നോർമൽ കടയിൽ കിട്ടുന്നേക്കാളും ക്വാളിറ്റി കിട്ടുക, അവൻ ആ കടയിൽ കിട്ടുന്നേക്കാളും വില റീസണബിൾ ആയിട്ട് കിട്ടുക, അവന് പ്ലാസ്റ്റിക് ഇല്ലാണ്ട് കൊടുക്കുക, പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് കൊടുക്കുക, പറ്റുമെങ്കിൽ ഓർഗാനിക് കൊടുക്കുക. ഈ രീതിയിലാണ് ഈ സ്റ്റോർ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ അതിനെ പയ്യെ ഗ്രാജുവലി കണ്ടു. ഇപ്പൊ എന്റെ കോളേജിൽ സ്റ്റോർ ആദ്യം വന്ന് ഇപ്പൊ അറ്റ്ലാന്റിക്കൊക്കെ അറിയാം, എന്റെ കോളേജിൽ സ്റ്റോർ വേറെ ഒരു ഫോർമാറ്റിലായിരുന്നു കട. അതെന്താന്ന് വെച്ചാൽ ഒരു 20% സാധനങ്ങൾ ആളുകൾക്ക് തന്നെ എടുക്കാവുന്നു, ബാക്കിയെല്ലാം ഗ്ലാസ് ജാറിൽ പറഞ്ഞു ഇതുപോലെ. അപ്പൊ അത് തിരക്ക് വന്നു തുടങ്ങിയപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായി. പഴയ പലചരക്കടയുടെ സെയിം പ്രശ്നമായി, കടക്കാരൻ തൂക്കി കൊടുക്കണേ, കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയാലാണ് ഇത് തിരക്ക് വരുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കുറെ ഫ്രാഞ്ചൈസി എൻക്വയറീസ് വന്നു എനിക്ക് പല സ്ഥലത്തുനിന്ന്, ഓൾ ഇന്ത്യ പുറത്തുനിന്ന് ഒക്കെ ആയിട്ട് ഈ ന്യൂസ് ഒക്കെ കണ്ടിട്ട്. അത് അത്യാവശ്യം ന്യൂസ് ഒരുമാതിരിപ്പെട്ട എല്ലാ ന്യൂസ് ചാനൽ എനിക്ക് തോന്നുന്നു 100+ വീഡിയോസ് എങ്കിലും വന്നിട്ടുണ്ട്. ഇന്ത്യ തന്നെ, ബ്രൂട്ട് ഇന്ത്യ ഒക്കെ ഫീച്ചർ ചെയ്താണ്. അപ്പൊ അതൊക്കെ ഓൾ ഇന്ത്യ ഭയങ്കരമായിട്ട് കറങ്ങിയുണ്ട്.